സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ഡിസ്കവറി എങ്ങനെയായിരുന്നു എന്നാണ്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ കുറെ സയന്റിസ്റ്റുകളുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതില് വില്യം ക്രൂക്ക് എന്ന സയന്റിസ്റ്റ് 1875 ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ എന്നൊരു സബാറ്റമിക് പാർട്ടിക്കിൾസിന്റെ ഡിസ്കവറിക്ക് വേണ്ടി ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പൊ അതിൽ ആദ്യം ഇവർക്ക് നോർമൽ പ്രഷറിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരൊരു ലോ പ്രഷർ മീഡിയം സെറ്റ് ചെയ്തു, ഒരു വാക്വം പമ്പൊക്കെ ഉപയോഗിച്ച്. അതേപോലെ തന്നെ നോർമലി ഉള്ള റേസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ കഴിയില്ല. അതിനുവേണ്ടി അവര് ഒരു മെറ്റല് ഇവിടെ നമ്മളുടെ ഗ്ലാസിന്റെ റൈറ്റ് ഭാഗത്ത്, അതായത് പോസിറ്റീവ് സൈഡില് ഒരു സിങ്ക് സൾഫൈഡും കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു റേസിന്റെ മൂവ്മെന്റ് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹൈ വോൾട്ടേജ് ലോ പ്രഷറിൽ ഈ ഡിസ്ചാർജ് ട്യൂബിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു ഗ്ലോ, ഈ പോസിറ്റീവ് സൈഡില് ഒരു ഗ്രീൻ ഗ്ലോ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു എന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി അത് ഇലക്ട്രോണിന്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഇതിൽ നോക്കേണ്ടത് ഒരു ഡിസ്ചാർജ് ട്യൂബ് ഉണ്ട്, നമുക്ക് കാണാൻ കഴിയുമല്ലേ ഒരു ട്യൂബ്. ഈ ട്യൂബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എയർ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലോ പ്രഷർ നമ്മളിവിടെ സെറ്റ് ചെയ്യാണ് ഒരു വാക്വം പമ്പ് ഉപയോഗിച്ചുകൊണ്ട്. ഇതിന് ഉള്ളില് രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് കാഥോഡ് എന്നും ഒന്ന് ആനോഡ് എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ലേബൽ ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് ഒരു ഡിസ്ചാർജ് ട്യൂബ് ഉണ്ട്, അതിൽ നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്, ലോ പ്രഷർ സെറ്റ് ചെയ്തിരിക്കുവാണ്. കാരണം ഹൈ പ്രഷർ വന്നാൽ നമുക്ക്, അല്ലെങ്കിൽ എയറിന്റെ ഫ്ലോ വന്നാൽ നമുക്ക് ഇലക്ട്രിസിറ്റി അതിൽ പാസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. ഒന്ന് കാഥോഡും ഒന്ന് ആനോഡെന്നും നമ്മൾ ലേബൽ ചെയ്തേക്കുവാണ്. അതേപോലെ തന്നെ കാഥോഡിന് നെഗറ്റീവ് ചാർജും ആനോഡിന് എന്ത് ചാർജാണ്, പോസിറ്റീവ് ചാർജും ആണ്. ഓക്കെ, ദെൻ ഈ ട്യൂബിന്റെ റൈറ്റ് എൻഡില് നമ്മൾ ഒരു സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ആയിട്ടുള്ള സിങ്ക് സൾഫൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്, കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ പിക്ചറിൽ കാണാൻ പറ്റും ഒരു ഗ്രീൻ കളർ അവിടെ പ്രസന്റ് ആയിട്ടുള്ള അല്ലേ. ഒരു സിങ്ക് സൾഫൈഡ്, അതൊരു ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ആണ്, അതവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹൈ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, പമ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ രണ്ട് മെറ്റൽ ഇലക്ട്രോഡുകളെ നമ്മൾ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, ഒരു ഹൈ വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഇതില് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു, ഈ മെറ്റൽ ഇലക്ട്രോഡിൽ നിന്ന് ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് വരുന്നു. അതായത് ഒരു പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഈ മൂവ്മെന്റ് വഴി എന്ത് ജനറേറ്റ് ചെയ്യുന്നു, അവിടെ കാഥോഡ് റേസ് ജനറേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം ലൈറ്റ് ചാർജസ് എന്ത് റിപ്പൽ ചെയ്യുന്നു, അൺലൈറ്റ് ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഒരു ബീം പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ ഹൈ വോൾട്ടേജ് കാരണം കൊണ്ട്. അപ്പൊ ഈ ബീമിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, കാഥോഡ് റേ എന്ന് പറയുന്നു. അപ്പൊ ഈ കാഥോഡ് റേസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഈ പോസിറ്റീവ് സൈഡിലേക്കാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കാണ് ഈ കാഥോഡ് റേസ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ കഴിയും, അവിടെ ഒരു ഗ്രീൻ ലൈറ്റിന്റെ പ്രസൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രീൻ ഗ്ലോ നമുക്ക് കാണാൻ പറ്റും. അതായത് ആ ഗ്ലാസ് വാൾ ഓഫ് ദ ഡിസ്ചാർജ് ട്യൂബ് ഓപ്പോസിറ്റ് ടു ദ കാഥോഡ് ബിഗാൻ ടു ഗ്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാഥോഡ് റേസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ലൈറ്റ് ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യുകയും അൺലൈറ്റ് ചാർജ് എപ്പോഴും അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാഥോഡ് റേസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, കാഥോഡ് റേസ് കാഥോഡിന്റെ സൈഡിൽ നിന്ന് ആനോഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് സൈഡ്, ഗ്ലാസ് ട്യൂബിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. നമുക്കറിയാം റൈറ്റ് സൈഡിൽ ആനോഡാണ്, അതിന് എന്താണ് ചാർജ് ഉള്ളത്, പോസിറ്റീവ് ചാർജ് ആണ്.
അപ്പോൾ ഈ കാഥോഡ് റേസ് ഇങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചാർജ് ആയിരിക്കണം? നെഗറ്റീവ് ചാർജ് ആയിരിക്കണം അല്ലേ? നമുക്കറിയാം ലൈക്ക് ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യുകയും അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുകയും ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ഗ്ലോയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് നമുക്ക് ഈ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇലക്ട്രോൺ ഡിസ്കവറി അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ റേസ് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈനിലാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത് അല്ലെ? റേസ് സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഈ ഒരു റേസിന്റെ പാത്തിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാഥോഡ് റേസിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അതായത് ഇലക്ട്രോൺസിന് മാസ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ഒന്ന് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതേപോലെ തന്നെ അവർക്ക് എന്തുണ്ട്? മാസ് ഉണ്ട്. പിന്നെ ദേ ആർ നെഗറ്റീവ്ലി ചാർജ് ആണ്. നമുക്കറിയാം അവര് ഏത് സൈഡിലേക്കാണ്? ഒരു പോസിറ്റീവ് ഫീൽഡിന് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ് ആണ്. ഇതാണ് നമ്മളുടെ കാഥോഡ് റേസ് എക്സ്പെരിമെന്റും അതേപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും വരുന്നത്.